വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അവൻ്റെ ദിവസം വരും മുൻപ് അത് നിവൃത്തിയാകും, അവൻ്റെ പനമ്പട്ട പച്ചയായിരിക്കയില്ല, മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും എന്നുള്ള വാക്കുകളാണ്. ഒലിവ് വൃക്ഷം പോലെ പൂ പൊഴിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതീക്ഷയ്ക്കൊത്തവണ്ണം പ്രതിഫലമില്ലാത്ത പശ്ചാത്തലങ്ങൾ, നിഷ്ഫലമായി പോകുന്ന സാഹചര്യങ്ങൾ, അതാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിക്കുന്നത്. വിതച്ചിട്ട് കൊയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കൊയ്തെടുക്കുവാൻ കഴിയാതെ അത് സമയത്തിനു മുൻപ് നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തലങ്ങൾ. പുതച്ചിട്ട് കുളിർ മാറാതെയും കൂലി ലഭിച്ചിട്ട് തൃപ്തി വരാതെയും ഒക്കെ ഇരിക്കുന്ന പശ്ചാത്തലങ്ങൾ പോലെ ചില പ്രതീക്ഷയോടുകൂടി നാം വിതയ്ക്കുന്നു, എന്നാൽ അതിനനുസൃതമായ നിലകളിലുള്ള നന്മകൾ ലഭിക്കാതെ വരികയും പ്രവൃത്തികൾ നിഷ്ഫലമായി തീരുകയും ചെയ്യുന്ന പശ്ചാത്തലങ്ങളാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 6 മുതലുള്ള വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നത്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്ത് നിഷ്ഫലമാക്കുന്നത് എന്തിനാണ്? നിലങ്ങളെ നിഷ്ഫലമാക്കി കളയുന്നത് പോലെ ഫലം കായ്ക്കേണ്ട വൃക്ഷങ്ങളിൽ ഫലം കായ്ക്കാതെ വന്നതുകൊണ്ട് യജമാനൻ പറയുകയാണ് അതിനെ വെട്ടിക്കളക എന്നുള്ളത്. എന്നാൽ വെട്ടിക്കളയുവാൻ പറഞ്ഞവനോടുള്ള മറുപടി, ഒരാവർത്തി കൂടെ നോക്കട്ടെ, ഞാൻ അതിന് തടമെടുത്ത് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് 1 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നില്ല എങ്കിൽ വെട്ടിക്കളയാം എന്ന് പറയുന്ന വാക്കുകളുണ്ട്. ഒരു പ്രവൃത്തിക്ക് അതിന് ഫലമുണ്ടാകണമെന്നും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ നിഷ്ഫലാവസ്ഥയിലാണെന്നും അത് വെട്ടിക്കളയണമെന്ന് യജമാനൻ പറയുകയും ചെയ്യുന്നുവെങ്കിൽ ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി, പ്രയോജനപ്രദമായി തീരേണ്ടതിന് വേണ്ടി നമ്മെ നട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും പ്രയോജനരഹിതരായി നാം ജീവിക്കുകയല്ല, നിഷ്ഫലാവസ്ഥയിൽ ജീവിക്കുകയല്ല,
നമ്മിൽ നിന്ന് യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കത്തക്ക തലത്തിലേക്ക് നമുക്കായിത്തീരുവാൻ നമുക്കും നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഒരു നിഷ്ഫലാവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുകയല്ല. ഞങ്ങൾ നട്ട യജമാനന് പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഫലം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിഷ്ഫലാവസ്ഥ ഞങ്ങളുടെ നാശത്തിന് കാരണമാകുമ്പോൾ ഫലം കായ്ക്കുന്ന ഈ അവസ്ഥ ഞങ്ങൾക്ക് അധികം ഗുണകരമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.